ഹലോ എവ്രി വൺ, എന്തൊക്കെയുണ്ട്? കുറേ കാലത്തിന് ശേഷം വീണ്ടും ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ചിങ്ങം 1 അന്ന് നമ്മുടെ ആനിവേഴ്സറി ആണ്. അന്നത്തെ ഒരു വീഡിയോ ആണിത്. ഇപ്പോൾ എഡിറ്റ് ചെയ്യുന്നത് ഓൾമോസ്റ്റ് ഒരു 1 വീക്ക് ആവാറായിട്ടേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ആനിവേഴ്സറി ആണ്. അപ്പോൾ രാവിലെ തന്നെ അമ്പലത്തിൽ പോകാനുള്ള പ്ലാനാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി അമ്പലത്തിൽ പോകുമ്പോൾ നമുക്ക് കുറച്ച് സ്റ്റൈലായിട്ടൊക്കെ പോകണമല്ലോ. ഞാൻ ചെറുതായിരുന്നപ്പോഴൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു, അമ്പലത്തിൽ പോകുമ്പം പെർഫ്യൂം അടിക്കാൻ പാടില്ല, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുമായിരുന്നു. നമ്മളെ ഭയങ്കര സ്റ്റൈലല്ല പ്രാധാന്യം. പക്ഷേ ഇപ്പോൾ ഒരുപാട് ചേഞ്ചായി എല്ലാവരും അല്ലേ. നമ്മളിപ്പം തിരുവങ്ങാട് അമ്പലത്തിലാണ്, ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലാണ് പോകുന്നത്. അവിടുത്തെ വൺ ഓഫ് ദ അടിപൊളി ക്ഷേത്രമാണ്. ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്, ബട്ട് സ്റ്റിൽ കുഞ്ഞിൽ മുതലേ എപ്പോഴും നല്ല വിശേഷ ദിവസങ്ങളൊക്കെ പോകുന്നത് അവിടെയാണ്. അപ്പോൾ അവിടെയൊക്കെ ഇപ്പം കണ്ട എല്ലാവരും ഫുൾ സ്റ്റൈലിലായിരിക്കും അമ്പലത്തിലുണ്ടാവുക. അപ്പോൾ അത് വെച്ചിട്ട് ആരും പ്രാർത്ഥിക്കാമെന്ന് ഇരിക്കത്തില്ലല്ലോ. എല്ലാവരും പ്രാർത്ഥിക്കലും അതിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. അറ്റ് ദ സെയിം ടൈം അമ്പലത്തിൽ വന്ന് സൺഡേ എല്ലാവരും ലീവുള്ള ദിവസം അമ്പലത്തിലൊക്കെ വന്ന്, അല്ലെങ്കിൽ നല്ലൊരു വിശേഷ ദിവസം അമ്പലത്തിലൊക്കെ വന്ന് നല്ല ഫോട്ടോസൊക്കെ എടുത്ത് അതും ഒരു ഹാപ്പിനെസ് ആണല്ലേ. സോ നമ്മൾ ഒട്ടും കുറയ്ക്കേണ്ട, ഫുൾ എല്ലാം പരിപാടികളൊക്കെ ആക്കി നമ്മളും പോവുകയാണ്. അപ്പോഴത്തേക്കും എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല മഴ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എഴുന്നേക്കാൻ നോക്കുമ്പോഴും ഞാനൊരു 7 മണിക്കൊക്കെ എഴുന്നേറ്റായിരുന്നു. പക്ഷെ അന്നേരമൊക്കെ നല്ല മഴ. അപ്പോൾ ഞാൻ ഓർത്ത് എങ്ങനെയാണ് പോകേണ്ടത്, അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ അങ്ങനെ കടന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മഴ പോയി എന്ന് കണ്ടപ്പോൾ കുളിച്ചൊക്കെ വരുമ്പോഴത്തേക്കും മാറ്റിയത് ഈ ഒരു സെറ്റപ്പൊക്കെ ആയപ്പോഴേക്കും പിന്നെ നല്ല മഴ. അപ്പോൾ പിള്ളേരൊന്നും വരുന്നില്ല, അവർ രാവിലെ എഴുന്നേൽക്കേണ്ടത് കൊണ്ട് വരുന്നില്ല എന്ന് പറഞ്ഞു. നമ്മൾ ലേറ്റായിട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞപ്പോഴും അവർ ഇൻട്രസ്റ്റ് ഒന്നും കാണിച്ചില്ല, വരുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ ഓക്കെ, നമ്മൾ ഓർത്ത് നമ്മുടെ ആനിവേഴ്സറി വൈകുന്നേരം എന്തായാലും അവരെ കൊണ്ട് പുറത്തൊക്കെ പോകണമെന്നുണ്ട്. ഇപ്പം നമ്മൾ പോയിട്ടൊന്ന് ഇപ്പോൾ എല്ലാവരും പറയുന്ന പോലെ ടെമ്പിൾ ഡേറ്റ് അത് ആവട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ ഇറങ്ങി. ചിങ്ങ വന്നതന്നെ യൂഷ്വലി നല്ല തിരക്കായിരിക്കും അമ്പലത്തിൽ. എന്താ മഴ, ആരും ഉണ്ടാവില്ല. നമ്മളിപ്പോൾ എങ്ങനെയാണ് അപ്പോൾ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായി നമ്മൾ എത്തുമ്പോഴേക്കും മഴ ഉണ്ടാവില്ല, നീ നോക്കിക്കോ. അതുപോലെ തന്നെ മഴ ഉണ്ടായിട്ടില്ല, നല്ല നല്ല ക്ലൈമറ്റും. പിന്നെ ഇപ്പം ഈ ക്ഷേത്രക്കുളത്തിൽ നമ്മൾ ഈ വർഷം സ്വിമ്മിങ് ഒക്കെ പഠിച്ചു. ഇവിടുന്ന് തന്നെ നമ്മളെല്ലാ ലീവുള്ള ദിവസവും സൺഡേസിൽ എപ്പോഴും നമ്മൾ വന്നിട്ട് സ്വിമ്മ് ചെയ്യുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ഉണ്ട് കേട്ടോ. ഇപ്രാവശ്യം കുറച്ചും കൂടെ കൂടുതൽ അറ്റാച്ച്മെൻ്റാണ്. അത് നമ്മുടെ പടവ് ആ ഒരു ഫീലാണ്. അപ്പോൾ കുറച്ചായിട്ടൊരു 2 വീക്സിന് മുകളിലായി മഴ നിന്നതുകൊണ്ട് നമ്മൾ വരുന്നില്ല. അപ്പോൾ ആ മിസ്സിങ് ഫീൽ ചെയ്യുന്നു. ആൻഡ് ക്ഷേത്രത്തിൻ്റെ ഈ ബ്യൂട്ടിയിലെ പറയാണ്ടിരിക്കാൻ വയ്യ. എനിക്ക് ഇതിൽ എന്തെങ്കിലും ഒരു മ്യൂസിക് ഇട്ട് കൊടുക്കണോ, അത്രക്കും ഭംഗിയുണ്ടായി. എനിക്കറിയില്ല എല്ലാവർക്കും ഈ ക്ലൈമറ്റ് ഇഷ്ടമാണോ എന്ന്, പക്ഷേ ഈ ഒരു ക്ലൈമറ്റിൽ ക്ഷേത്രം കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയോ. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു. അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൽ ഉള്ളിൽ തൊഴുതതിന് ശേഷം നമ്മൾ വഴിപാട് കൗണ്ടറിൽ പായസം ചോദിച്ചപ്പോൾ അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ പായസം കൊടുക്കുന്ന കൗണ്ടറിൽ ചേട്ടൻ ചുമ്മാ പോയിട്ട് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഒരെണ്ണം ഉണ്ടെന്ന്. അപ്പോൾ വീണ്ടും പോയിട്ട് അവിടെ നിന്ന് നമ്മൾ ടിക്കറ്റ് എന്താ പറയുക അത്തെടുത്തിട്ട് വന്നിട്ട് പായസം കിട്ടി.
കഴിക്കാത്തതുകൊണ്ട് നമ്മൾ നേരെ തന്നെ ബ്രഞ്ചിലേക്ക് കിടന്നു. പാരീസിൽ പോയി ബിരിയാണിയൊക്കെ കഴിച്ചു. ഇതിപ്പം ഈവനിങ് പിള്ളേരെയും കൊണ്ട് അവർക്ക് ആനിവേഴ്സറി എന്ന് പറയുമ്പം അവർക്ക് വേറെ പല സന്തോഷങ്ങളാണ്. കേക്ക് കട്ടിങ്, പിന്നെന്താ അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കുക, ഔട്ടിങ്, അതൊക്കെയാണ് അവർക്ക് പ്രയോറിറ്റി. അപ്പോൾ കേക്ക് നമ്മൾ വാങ്ങിച്ചിട്ടില്ല. ബിക്കോസ് ഇന്നലെ, അതായത് ഈ നമ്മുടെ ആനിവേഴ്സറി 17-ന് 16-ന് നമ്മൾ അല്ലുവിൻ്റെ സിസ്റ്ററിൻ്റെ മോളുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അന്ന് നമ്മൾ കേക്ക് കട്ട് ചെയ്തു, രാത്രി നല്ല പാർട്ടിയൊക്കെ ഉണ്ടായി. അപ്പോൾ അതിൻ്റെ കേക്ക് അതേപോലെ ഇവിടെ ഉണ്ട്. അപ്പോൾ അന്നത്തെ ദിവസം തന്നെ നമ്മളെ സ്വാളീൻ്റെയും ബർത്ത്ഡേ ആണ്. അപ്പോൾ അങ്ങനെ നമ്മൾ തലശ്ശേരിയിൽ നിന്ന് കണ്ടായിരുന്നു. ഹനീനുണ്ട്, ശ്വേതയുണ്ട്, സ്വാളിയുണ്ട്, മക്കളുണ്ട്. പക്ഷെ നമ്മൾ കുറച്ച് വർത്താനവും കുറച്ച് ഫോട്ടോ ഒക്കെ അതിനുശേഷം നമ്മൾ രണ്ടും വഴിക്ക് പോയി. ബിക്കോസ് ഞാൻ വിത്ത് ഫാമിലി, അവരെ കുഞ്ഞു മക്കളല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിത്ത് വലിയ പിള്ളേഴ്സ് ആൻഡ് ഹസ്ബൻഡ്. സോ അവിടുന്ന് കുറച്ച് ചില്ലടിച്ച് നമ്മൾ രണ്ട് വഴിക്കേക്ക് മാറി. ഇപ്പോൾ നമ്മൾ പീസ് കേക്കിൽ ഒതുക്കാനാണ് ഇന്നത്തെ പ്ലാൻ. എന്നിട്ട് ഫുഡ് എന്തെങ്കിലും അവിടെ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചതാണ്, സ്റ്റേക്കോ അങ്ങനെ എന്തെങ്കിലും. പക്ഷേ പിള്ളേർക്ക് അതിനോട് താല്പര്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞില്ല, അവർക്കാണ് കുറച്ചും കൂടി ഇന്ന് പ്രയോറിറ്റി കൊടുക്കാമെന്ന് വിചാരിക്കുന്നത്. ബിക്കോസ് ദേ ലൈക്ക് ഔട്ടിങ്, ഫുഡ് ഫ്രം ഔട്ട്. സോ ഓക്കെ. അപ്പം നമ്മൾ ഹണി കേക്കിലാണുള്ളത്. ഹണി കേക്ക് നമുക്ക് പീസ് കേക്കൊക്കെ കഴിക്കാൻ നമ്മൾ കുറച്ചും കൂടെ പ്രിഫർ ചെയ്യുന്നത് ഹണി കേക്കും ലോലിനോസും ആണ്. നമ്മളിപ്പം ഹണി കേക്കിലാണുള്ളത്. മഴ കഴിഞ്ഞ് റോഡൊക്കെ നല്ല വെള്ളമാണ്. അന്നത്തെ മഴ കഴിഞ്ഞിട്ട് പിറ്റത്തെ ദിവസം കൂടെ മഴ ഉണ്ടായിരുന്നില്ല. പിന്നെ മഴയേ പോയില്ല. മഴ പോയപ്പോൾ നമ്മൾ ചെറിയൊരു രീതിയിൽ കഴിക്കുന്നുണ്ട്. നമ്മളിനി രാത്രി നമ്മൾ നൂഡിൽസ് പ്ലാൻ ചെയ്തിട്ടുണ്ടല്ലേ. സമയത്ത് ഒരു 7 മണി ഉണ്ടാവും അല്ലേ? 8 മണി 7 ആയിട്ടുണ്ടാവും. നമുക്കെന്തായാലും മോർണിംഗ് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരുണ്ട്. ഇതുകൊണ്ട് ഹംഗ്രി again. So that we prepare noodles from നമുക്ക് ഈ ഒരു സമയത്ത് 6:45 7 മണിക്കൊക്കെ കഴിച്ചാൽ 9 മണിയൊക്കെ ആകുമ്പോഴേക്കും എല്ലാവർക്കും വിശക്കും. ഞാൻ പിന്നെയും ഇത്ര സീനില്ല, എനിക്ക് ഐ ക്യാൻ മാനേജ്. ബാക്കി ആർക്കും മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഈ സമയത്ത് കഴിക്കുന്നതുകൊണ്ട് കുറച്ച് എന്തെങ്കിലുമൊക്കെ ഇഷ്ടമുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ കഴിച്ച് രാത്രി വേറെ എന്തെങ്കിലുമൊക്കെ കഴിക്കാം. അതായത് നൂഡിൽസ് അങ്ങനെ എന്തെങ്കിലും സിമ്പിളായിട്ട് ചെയ്യാം എന്നുള്ള പ്ലാനിൽ നമ്മൾ കഴിച്ചു. അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ ഡേ നല്ല രീതിയിൽ വിനിയോഗിച്ചു എന്നൊക്കെ പറയാം. ബിക്കോസ് എല്ലാവർക്കല്ല, ചില ആൾക്കാർക്കൊക്കെ പ്ലാൻ ഉണ്ടാവും ഇങ്ങനെ സ്പെഷ്യൽ ഡേ സ്പെഷ്യലാക്കി വെക്കാനൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും. ലൈക്ക് നമ്മളെ ആസ് എ ഹസ്ബൻഡ് ആൻഡ് വൈഫ് നമ്മൾക്കൊരു ടെമ്പിൾ ഡേറ്റ് വിത്ത് ഫാമിലി ഡേറ്റ് എല്ലാം കൂടെ ഇറ്റ് വാസ് എ കംപ്ലീറ്റ് ഡേ. ലൈക്ക് ഹോളിഡേയും കൂടെ ആയതുകൊണ്ട് നല്ലൊരു ഡേ ആയിട്ട് ഇത് വൈൻഡപ്പ് ചെയ്യാൻ പറ്റിയ. സോ എല്ലാവർക്കും ഇനിയുള്ള വർഷങ്ങളും നമുക്കും എല്ലാവർക്കും ഇതുപോലെ നല്ല സ്പെഷ്യൽ ഡേയ്സൊക്കെ നല്ലതാക്കാൻ പറ്റട്ടെ. അപ്പോൾ ബൈ, സീ യു സൂൺ.